ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചിക്കൻ കറി റെസിപ്പിയാണ്, എൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ജീരക, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കണം ഇതേപോലെ. പിന്നെ ഇതിന് വേണ്ടി 3 സവാളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലെ സ്ലൈസ് കട്ട് ചെയ്യണം. പിന്നെ ഒരു കടായിലോട്ട് ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഈ സവാള, ഓയിൽ ചൂടായതിന് ശേഷം ഈ സവാള ഇട്ടിട്ട് നന്നായിട്ട് വാട്ടണം. ഇത് വാട്ടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെക്കും വെയിറ്റ് ആക്കാം. അതിന് ശേഷം ഇതിലോട്ട് ഒരു തക്കാളി, നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ളൊരു പച്ചമുളക്, ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് കട്ട് ചെയ്യണം. അതിന് ശേഷം ഈ ഉള്ളിനെ നന്നായിട്ട് വാട്ടണം. ഇത് വാടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാകും, അതുവരേക്കും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു ബ്രൗൺ ഷെയ്ഡാകും. അതാവുമ്പോൾ ഇതിലോട്ട് ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോ ചേർത്തിട്ട് ടൊമാറ്റോ ഒരു 1/4% വേഗമാവുമല്ലോ, അപ്പോൾ ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ചേർക്കണം. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് വാട്ടി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വാട്ടണം. അതിന് ശേഷം ഇതിലോട്ട് കഴുകി വെച്ച ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് അങ്ങനെ വെക്കണം. അപ്പോൾ ഇത് ചിക്കന് കുറച്ച് വെന്ത് ഒരു വൈറ്റ് കളറാകും. അതുവരെക്കും നമ്മൾ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ആ പേസ്റ്റ് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കണം. എല്ലാ സ്ഥലത്തോട്ടും മസാല എത്തണം ചിക്കൻ്റെ. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി വരും. പിന്നെ നിങ്ങൾക്ക് ചിക്കന് വെള്ളം കുറവെന്ന് കണ്ടാൽ വേകാനുള്ളത്ര കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിന് ചിക്കൻ്റെ എത്ര വേണോ അത്ര വേവ് ഇട്ട് കൊടുക്കണം. അവസാനം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസായി വീണ്ടും കാണാം. അതുവരെക്കും ബൈ.